വെൽക്കം ടു പ്രിൻസ്ലി തോട്ട്സ്. ഇന്ന് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു സംഖ്യയിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ ഈവൻ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്ര, ഓഡ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്ര, ഇവ മൂന്നും കാണാനുള്ള ഒരു ബെസ്റ്റ് മാത്സ് ട്രിക്കാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാണാം. എന്താണ് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ? ഒരു സംഖ്യ ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ സംഖ്യ കിട്ടുന്നത്, ആ സംഖ്യകളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു എക്സാമ്പിൾ 6 = 1 × 6 എന്ന് എഴുതാം. അതേപോലെ നമുക്ക് 2 × 3 എന്ന് പറയുന്നത് 6 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 6ൻ്റെ ഫാക്ടേഴ്സ് ആണ് ആരൊക്കെ? 1, 2, 3, 6. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 6-ന്? 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. റിമൈൻഡർ എത്രയാണ്? 0. അതേപോലെ 6-ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിമൈൻഡർ എത്രയാണ്? 0. അതായത് ഒരു നമ്പറിനെ ഒരു സംഖ്യയോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടുമ്പോൾ ആ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പറിനെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ ഈ നമ്പറുകളാണ്, ഈ സംഖ്യകളാണ് ഈ 6ൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അതായത് 6-നെ 2 എന്നുള്ള പ്രൈം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും, അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ പവേഴ്സായിട്ട് എങ്ങനെ നമുക്ക് എഴുതാം? 6 = that is 2⁻1 × 3⁻1. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, 36 നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. 36 = എങ്ങനെ നമുക്ക് എഴുതാം? ഏതൊക്കെ മൾട്ടിപ്പിൾസ് ആണ് വരിക? 1 × 36 വരും, അല്ലേ? 2 എടുക്കുമ്പോൾ ഏതാണ് വരിക? 2 × 18, അല്ലേ? ദെൻ 3 എടുക്കുമ്പോൾ ഏതായിരിക്കും? 3 × എത്രയാണ് വരിക? 12. ദെൻ 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വരും? 4 × 9. 5 പറ്റില്ല. ദെൻ 6 സാധിക്കും, അല്ലേ? 6 × 6 36. ഓക്കെ, ഇനി 7 ഇല്ല, 8 ഇല്ല, നമ്മൾ 9 എഴുതി കഴിഞ്ഞു. അങ്ങനെ മൊത്തം നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? 36ൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: 1, 2, 3, 4, then 6, 9, 12, 18, 36. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9. There are 9 factors. ഓക്കെ, ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുക? 36 എഴുതി, 36-നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 × 2, 2, ദെൻ 16 ഹിയർ, ദെൻ 8, ദെൻ 18 കിട്ടി. വീണ്ടും 2 വരുമ്പോൾ 9 ആണ് വരിക. ദെൻ 3, 9-ൽ 3 ടൈംസ്, ദെൻ 3 ഹിയർ, ദെൻ ഹിയർ 3, 3. അപ്പോൾ നമുക്ക് 36-നെ എങ്ങനെ മാറ്റി എഴുതാം? 36 = എത്ര 2 ഉണ്ട്? 2 × 2, ദാറ്റ് ഈസ് 2² ഇൻറ്റു 3 രണ്ടെണ്ണം ഉണ്ട്, അല്ലേ? ദാറ്റ് ഈസ് 3². ദാറ്റ് ഈസ് 36 = 2² × 3². ഓക്കെ, ട്രിക്കിലേക്ക് പോവുകയാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരു സംഖ്യയുടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കാണാനുള്ള ഒരു ട്രിക്കാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാനുള്ള എളുപ്പവഴി? അതായത് ഒരു നമ്പർ n = എന്നുള്ള ഒരു നമ്പറിനെ നമ്മൾ അതിൻ്റെ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളിതുപോലെ പവേഴ്സായിട്ട് എഴുതാനായിട്ട് പഠിച്ചു, അല്ലേ? അതായത് a⁻p, b⁻q, c⁻r അങ്ങനെയുള്ള മെത്തേഡിലാണ് നമ്മുടെ ഒരു നമ്പർ എങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = ഈ പവേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് p എന്നുള്ളതിന് പകരം p+1 എഴുതി, q എന്നുള്ളതിന് പകരം q+1 എന്ന് എഴുതുന്നു. ഓക്കെ, r ഉണ്ടെങ്കിൽ r+1 എഴുതുന്നു. ഇനി ഏതൊക്കെ പ്രൈംസുകളുണ്ട്, അതിൻ്റെ പവേഴ്സ് ഏതാണോ വരുന്നതെങ്കിൽ അതിനെല്ലാം കൂടി 1 കൊണ്ട് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എക്സെട്ര. ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. നേരത്തെ 6 എന്നുള്ള നമ്പറിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു നമുക്ക്? ദാറ്റ് ഈസ് 2⁻1 × 3⁻1, അല്ലേ? അതായത് ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ്? a⁻p ഇൻറ്റു b⁻q. എന്താണ് നമ്മുടെ മെത്തേഡ്? ട്രിക്ക് എന്ന് പറയുന്നത് p+1 ഇൻറ്റു q+1 ആണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, ദാറ്റ് ഈസ് p ഈസ് ഹിയർ 1. അപ്പോൾ 1+1 ഇൻറ്റു ഹിയർ q-ന് പകരം ഏതാണ് ഇവിടെ? 1. ദാറ്റ് ഈസ് 1+1. 1+1 ഇൻറ്റു 1+1, 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് = 4 ഈസ് ദ ആൻസർ. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 6-ന്?
4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ 4 ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ്? 1, 2, 3, 6. അങ്ങനെ 4 ഫാക്ടേഴ്സാണ് 6-നുള്ളത്. അപ്പോൾ നമുക്കിനി അങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 6 എന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പ്രകാരം ഇതേപോലെ 2ൻ്റെ പവർ, 3ൻ്റെ പവർ, അങ്ങനെ ഏതൊക്കെ പവേഴ്സ് പ്രൈം വെച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കുമെന്നോ അതേപോലെ എഴുതാം. എന്നിട്ട് ഇതേപോലെ P+1 × Q+1 × R+1 ചെയ്താൽ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെയുള്ള പ്രോബ്ലംസ് കൂടുതൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രാക്ടീസിലൂടെ നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ 36. 36ന് നമ്മൾ എഴുതാൻ സാധിക്കും 2² × 3². ഓക്കെ, ദാറ്റ് ഈസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്താണ് ഇവിടെ? 2 + 1 into here 2 + 1 that is equal to 3 into 3 that is equal to answer 9. അപ്പോൾ 36ന് 9 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ 120. 120ന് നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും? 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ 12ൽ 6 times 0, ദെൻ വീണ്ടും 2, 6ൽ 3, ദെൻ 0, വീണ്ടും 2, ദെൻ ഹിയർ 15, 15ൽ 3, ദെൻ ഹിയർ 5, ദെൻ 5ൽ 5, ദെൻ ഹിയർ 1. ഓക്കെ, അപ്പോൾ 120 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 120 is equal to 2, 1, 2, 3 അല്ലേ? 2 raised to 3 into how many 3s are there? 1. That is 3 raised to 1 into here 5 also 1 time. That is 5 raised to 1. Okay, that is number of factors is equal to 2ൻ്റെ പവർ ഹിയർ 3 അല്ലേ? അപ്പോൾ നമുക്ക് 3 + 1 ഇൻറ്റു ഇവിടെ പവർ 3യുടെ പവർ 1 ദാറ്റ് ഈസ് 1 + 1 ഇൻറ്റു ദ നെക്സ്റ്റ് 5ൻ്റെ പവർ 1 ദാറ്റ് ഈസ് 1 + 1. ദ ആൻസർ ഈസ് 4 × 2 × 2 ദാറ്റ് ഈസ് 4 × 2 8, 8 × 2 16. ഓക്കെ, 120ക്ക് 16 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 2 raised to 5 into 3² into 5² into 7³ എത്ര ഫാക്ടേഴ്സ് എന്ന് കാണണം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടെ പിക്ക് പകരം 5, ക്യൂന് 2, ആറിന് 2, ദെൻ എസ് ആണെങ്കിൽ ഇറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫോർമുല? P+1 × Q+1 × R+1 × S+1. That is 5 + 1 into 2 + 1 into 2 + 1 into 3 + 1. Okay, that is 6 into 3 into 3 into 4. That the answer is 6 into 3, 18, then 12. Then 18 into 12, that is 216 is the answer. Okay, number of even factors എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഫാക്ടേഴ്സിൽ തന്നെ ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഓഡ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഈവൻ ഫാക്ടേഴ്സിൻ്റെ നമ്പർ എത്ര ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ട്രിക്കാണെന്ന് പറയാൻ പോകുന്നത്. ഒരു നമ്പർ n എന്നുള്ള ഒരു നമ്പറിൻ്റെ ഫോം a raised to p into b raised to q into c raised to r etc. ഇതിലാണെങ്കിൽ ഇതിൽ a എന്ന് പറയുന്നത് വേർ a ഈസ് എ ഈവൺ പ്രൈം. ഈവൺ പ്രൈം എന്ന് പറയുമ്പോൾ ഏതാണ് ഇതിൽ ഉണ്ടാവുക? a is equal to 2 ആയിരിക്കും. ഓക്കെ, അതായത് 2 raised to p ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഈവൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഈവൺ ഫാക്ടേഴ്സ് ഈക്വൽ ടു ദ ട്രിക്ക് ഈസ് p into Q+1 into R+1 into etc. അതായത് 2ൻ്റെ പവറിലുള്ള p മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ പോലെ Q+1 into R+1 etc. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ 6 എന്നുള്ള നമ്പർ എടുത്തു. നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? 6 is equal to 2 raised to 1 into 3 raised to 1. അപ്പോൾ നമ്പർ ഓഫ് ഈവൺ ഫാക്ടേഴ്സ് ഈക്വൽ ടു ഇവിടെ 2 എന്നുള്ള ഈവൺ പ്രൈം അല്ലേ, അതിൻ്റെ പവറിലാണ് p ഉള്ളത്. അതായത് p ഇൻറ്റു Q+1. ഇവിടെ q മാത്രമാണ് പിന്നെയുള്ളൂ. ദാറ്റ് ഈസ് p ഇൻറ്റു Q+1. ദാറ്റ് ഈസ് p ഈസ് ഹിയർ 1 ഇൻറ്റു Q+1 പകരം ദിസ് 1 + 1. That is 1 into 2 that equal to answer 2. അതായത് 6ന് 2 ഈവൺ ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതാണ് 6ന് ഈവൺ ഫാക്ടേഴ്സ് ഉള്ളത്? ഏതാണ്? 2ഉം 6ഉം. അങ്ങനെ 2 ഈവൺ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 12. 12 is equal to 2² into 3 raised to 1.
അപ്പോൾ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതും? നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ഈക്വൽ ടു എന്താണ് നമ്മുടെ പി ഇൻറ്റു ക്യൂ പ്ലസ് വൺ അല്ലേ? പി ടുവിൻ്റെ പവറാണ് നമ്മുടെ പി, അതായത് 2 ഇൻറ്റു ക്യൂ പ്ലസ് വൺ എന്ന് പറയുന്നത് ഏതാണ്? 1 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ 2 ഇൻറ്റു 2 ദാറ്റ് ഈക്വൽ ടു 4. അപ്പോൾ 12ന് 4 ഈവൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ 120 ഈക്വൽ ടു എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? 2 ക്യൂബ് ഇൻറ്റു 5^1 ഇൻറ്റു 3^1. That is number of even factors equal to that is 2ൻ്റെ പവർ ആണ് p, that is 3. ഓക്കെ, ഇൻറ്റു ദെൻ q + 1 ഇൻറ്റു r + 1. അതിൽ 5 3 അപ്പുറം ഇപ്പുറം മാറി എഴുതിയോണ്ടൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ദറ്റ് ഈസ് 1 + 1 ഇൻറ്റു 1 + 1. ദറ്റ് ഈസ് ആൻസർ 3 ഇൻറ്റു 2 ഇൻറ്റു 2. ദാറ്റ് ആൻസർ ഈസ് 3 ഇൻറ്റു 2 6 6 ഇൻറ്റു 2 12. ദറ്റ് ഈസ് 120ക്ക് 12 ഈവൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓക്കെ, നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും ട്രിക്ക് ആദ്യം തന്നെ പറയാം. n എന്നുള്ള ഒരു നമ്പറിനെ a⁻p b⁻q c⁻r എങ്ങനെ എഴുതുകയാണെങ്കിൽ a എന്ന് പറയുന്നത് നമുക്ക് 2 എന്നുള്ള പ്രൈം എടുക്കാം. നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ഈക്വൽ ടു എടുക്കുമ്പോൾ ഈവൺ ആയിട്ടുള്ള, അതായത് 2ൻ്റെ പവറിനെ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കിയുള്ളതെല്ലാം 1 ആഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ. അതായത് 2 എന്നുള്ള ഈവൺ പ്രൈമിനെ നമ്മളിതിൽ മാറ്റിവെക്കുന്നു, ബാക്കിയുള്ള പ്രൈംസിൻ്റെ പവേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് എന്താണ്? ക്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്താണ്? q + 1, അടുത്ത എന്താണ്? r + 1, അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു q + 1 ഇൻറ്റു r + 1 എക്സെട്ര. നമുക്ക് നോക്കാം, മറ്റുള്ള എക്സാമ്പിളുകൾ നമ്മൾ ചെയ്ത് നോക്കാം. 6 ഈക്വൽ ടു എന്തായിരുന്നു? 2^1 ഇൻറ്റു 3^1. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഈക്വൽ ടു 2നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് മാത്രമേ ഇതിലുള്ളൂ? 3. അതിൻ്റെ പവറാണ് q എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈക്വൽ ടു ആൻസർ 2. അപ്പോൾ 6ന് 2 ഓഡ് ഫാക്ടേഴ്സ് ആണുള്ളത്. അതായത് ഏതൊക്കെയാണ് ഓഡ് ഫാക്ടേഴ്സ്? 1 and 3. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് 36 ഈക്വൽ ടു 2² ഇൻറ്റു 3² അല്ലേ? അതായത് നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇതുപോലെ നമ്മൾ 2 പരിഗണിക്കുന്നില്ല. പിന്നെ ആരാണുള്ളത്? 3യുടെ പവറാണ് 2, ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈക്വൽ ടു 3. അപ്പോൾ 36ന് 3 ഓഡ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാണ്? 120 ഈസ് ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3^1 ഇൻറ്റു 5^1. Then here number of odd factors equal to 2നെ മൈൻഡ് ചെയ്യേണ്ട, ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? 1 + 1, 3യുടെ പവറിൽ 1 ഉണ്ട്, ദാറ്റ് ഈസ് 1 + 1 ഇൻറ്റു നെക്സ്റ്റ് 5ൻ്റെ പവറിൽ 1 ആണുള്ളത്, ദാറ്റ് ഈസ് 1 + 1. ദ ആൻസർ ഈസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈക്വൽ ടു 4. അതായത് 120ക്ക് 4 ഓഡ് ഫാക്ടേഴ്സ് ആണുള്ളത്. ഇനി നമുക്ക് 3 ട്രിക്കുകൾ കൂടി ഒരുമിച്ച് ഒരൊറ്റ പ്രോബ്ലത്തിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2^4 ഇൻറ്റു 3² ഇൻറ്റു 5³ ഓക്കെ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഫോർമുല? ട്രിക്ക് എന്തായിരുന്നു? p + 1 ഇൻറ്റു q + 1 ഇൻറ്റു r + 1. ഓക്കെ, ദാറ്റ് ഈസ് p is here 4, that is 4 + 1 into q here 2, that is 2 + 1 into here r is 3, that is 3 + 1. The answer is 5 into here 3 into here 4. That answer is 5 into 3 15, 15 into 4 60. Then 60 factors ആണുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നമ്പർ ഓഫ് ഈവൺ ഫാക്ടേഴ്സ് കാണാൻ പോവുകയാണ്. നമ്പർ ഓഫ് ഈവൺ ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു, ഈവൺ ഫാക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? p ഇൻറ്റു q + 1 ഇൻറ്റു r + 1. ഓക്കെ, ദാറ്റ് ഈസ് p ഇൻറ്റു q + 1 എന്ന് പറയുമ്പോൾ p ഏതാണ്? 2ൻ്റെ പവറിലാണ് p, ദാറ്റ് ഈസ് 4 ഇൻറ്റു നെക്സ്റ്റ് 2 + 1 ഇൻറ്റു നെക്സ്റ്റ് 3 + 1. ദ ആൻസർ ഈസ് 4 ഇൻറ്റു 3 ഇൻറ്റു 4 ദാറ്റ് ഈക്വൽ ടു ആൻസർ 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 4 48. ഇതിൻ്റെ ഓഡ് ഫാക്ടേഴ്സ് എടുക്കാം. നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എന്തായിരിക്കും? ദാറ്റ് ഈക്വൽ ടു
നമ്മൾ 2 എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ബാക്കിയുള്ളത് Q+1 ഇൻറ്റു R+1 അല്ലേ? അതായത് Q+1 ഇൻറ്റു R+1. ദ ആൻസർ ഈസ് ക്യൂവിന് പകരം എത്രയാണ് ഇവിടെ 2. ദാറ്റ് ഈസ് 2+1 ഇൻറ്റു ആറിന് പകരം 3+1. ദ ആൻസർ ഈസ് 3 ഇൻറ്റു 4 ദാറ്റ് ഈക്വൽ ടു ആൻസർ 12. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് ഹിയർ 12 ആണ്. അപ്പോൾ ഈവൺ ഫാക്ടേഴ്സ് 48ഉം ഓഡ് ഫാക്ടേഴ്സ് 12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടും അല്ലേ? 48 + 12 ഈക്വൽ ടു 60. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ട്രിക്കുകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.